നമസ്കാരം. പ്രമാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്ന രീതിയിലുള്ള ചില നീക്കങ്ങളാണോ നടക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ് വമ്പൻ സ്രാവുകളെ ഒഴിവാക്കി അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു ഘട്ടത്തിൽ കോടതി ചോദിക്കുമ്പോൾ കഴിഞ്ഞ 5-ാം തീയതി വരെയും SITയുടെ അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 5-ാം തീയതിക്ക് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം മന്ദീഭവിച്ച രീതിയിലാണ് കാണപ്പെടുന്നത്. എന്താണ് കേസ് അന്വേഷിക്കുന്നതിൽ ഇത്രത്തോളം അമാന്തം നേരിടുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. 2018-19 കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് നീങ്ങുവാനോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിക്കാത്തത് എന്നുകൂടി കോടതി എടുത്തു ചോദിച്ചു. വമ്പൻ സ്രാവുകളിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ വമ്പൻ സ്രാവുകളെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഏതെങ്കിലും തരത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതിനുള്ള സാധ്യതയാണ് കോടതി ഇതിലൂടെ നിരീക്ഷിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി അന്വേഷിക്കുന്നതിൽ അലംഭാവം വരുത്തിയാൽ കടുത്ത നടപടികൾ കൈക്കൊള്ളുവാൻ കോടതി നിർബന്ധിതരാകും എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കോടതി കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതായത് പ്രമാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്നതിൽ ഇടക്കാലം കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അമാന്തം വരുത്തിയിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്നെയാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയും അതിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് പിന്നീട് ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ SITയുടെ അന്വേഷണം ഊർജിതമാകുകയാണെങ്കിൽ തുടർന്ന് നടക്കുന്ന അറസ്റ്റുകൾ CPMനെ പരിഭ്രാന്തിയിലാഴ്ത്തും, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള CPMന്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അത് നിർണായകമായി സ്വാധീനിക്കും എന്നുള്ളതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിന് SIT വഴങ്ങിയിട്ടുണ്ടോ, അമാന്തം കാണിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ചോദിച്ചത്. ഭഗവാന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഭഗവാന്റെ സ്വത്തുക്കൾ കട്ടുമുടിക്കുന്നു. അതായത് സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ആരാചാരായി മാറുന്ന കാഴ്ചയാണ് ശബരിമലയിൽ കണ്ടത്. ഭക്തർ ഭഗവാന് സമർപ്പിക്കുന്ന സ്വർണ്ണക്കാണിക്കയെല്ലാം അവരവരുടെ ഇഷ്ടപ്രകാരം അടിച്ചു മാറ്റുമ്പോൾ, കൊള്ളയടിക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ആവില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണം മന്ദീഭവിച്ചു പോയത് എന്നുകൂടി കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ചോദിക്കുമ്പോൾ നാളിതുവരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം പരിശോധിക്കപ്പെടുമ്പോൾ പിന്നീട് കഴിഞ്ഞ 5-ാം തീയതിക്ക് ശേഷം 5-ാം തീയതിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ അവസാനമായി റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം, അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് CPMന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സേന തന്നെയാണ്. അതിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ആദ്യഘട്ടങ്ങളിലെല്ലാം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. പത്മകുമാറിന്റെ അറസ്റ്റ് വരെ നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കപ്പെടുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി CPM വിരളി പിടിക്കുന്നു. ഇനിയും ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്തി ഏതെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് CPMന്റെയോ CPIയുടെയോ ഭാഗത്തുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടമുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ CPIയുടെ പേര് പരാമർശിക്കാൻ കാരണം 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസും വിജയകുമാറും ഇവർ രണ്ടുപേരും CPMന്റെയും CPIയുടെയും കക്ഷികളാണ്, നോമിനികളാണ് എന്നുള്ളതിനാൽ തന്നെയാണ് CPIയുടെ പേര് പരാമർശിച്ചത്. എന്തായാലും ഇവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തിച്ചേരുന്നില്ല എന്നുള്ള ചോദ്യം വളരെ വ്യക്തമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും. കൂടാതെ എന്തുകൊണ്ടാണ് വമ്പൻ സ്രാവുകളെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശബരിമല ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിയാതെ ശബരിമലയിൽ ഇത്തരം ഒരു സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് കോടതി തന്നെ നേരിട്ട് പറയുമ്പോൾ ആരെയൊക്കെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒഴിവാക്കിയത് എന്നുള്ള സംശയം തന്നെയാണ് സാധാരണക്കാർക്ക് ഉണ്ടാകുന്നത്. കോടതിയും ഇത് തന്നെയാണ് നിരീക്ഷിച്ചത്. സാധാരണക്കാർക്കുള്ള ആൻസൈറ്റി, ആശങ്ക പരിഹരിക്കാതെ എങ്ങനെയാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കാരണം സാധാരണക്കാർക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. 2 കേസുകളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ശബരിമല സ്വർണ്ണ കട്ടിള് പടി ഇളക്കിക്കൊണ്ടുപോകുന്നതും സ്വർണ്ണ ഉമ്മറവാതിൽ ഇളക്കിക്കൊണ്ടുപോകുന്നതുമായ ഒരു കേസ്. രണ്ടാമത്തത്, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോകുന്ന കേസ്. ഈ 2 കേസിലും ഒന്നാം പ്രതിയായി പേര് ചേർക്കപ്പെട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. പിന്നീട് മുരാരി ബാബു, എൻ വാസു, പത്മകുമാർ തുടങ്ങിയ ആളുകൾ ക്രമാനുഗതമായി ഓരോരോ സ്ഥാനങ്ങളിൽ പ്രതികളായി വരുന്നു. എന്നാൽ ഇവർക്ക് മുകളിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണം പോകാത്തത് എന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ 2018-19 കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നൊരു വ്യംഗ്യം കൂടി കോടതിയുടെ ഭാഷയിലുണ്ടോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ വമ്പൻ സ്രാവുകളെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നത് അന്വേഷണത്തിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ വമ്പൻ സ്രാവുകൾ ആരാണ് എന്നുള്ളത് കോടതിയുടെ സംശയത്തിന് കൃത്യമായി തന്നെ SIT മറുപടി പറയേണ്ടതായുണ്ട്. അഥവാ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനോ അഥവാ കടകംപള്ളി സുരേന്ദ്രന് മുകളിലുള്ള ഏതെങ്കിലും മന്ത്രിമാരെയോ ആണ് കോടതി ഉന്നം വെച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ഏതെങ്കിലും തരത്തിൽ അലംഭാവം കാണിക്കുകയാണെങ്കിൽ കടുത്ത നടപടികൾ കൈക്കൊള്ളുവാൻ കോടതി നിർബന്ധിതരാകും എന്ന് പറയുമ്പോൾ SIT ഏതെങ്കിലും കാരണവശാൽ അലംഭാവം കാണിക്കുകയാണെങ്കിൽ നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെടുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ED ഈ കേസുമായി ബന്ധപ്പെട്ട് EDക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ന്റെ കോപ്പിയും മൊഴിപ്പകർപ്പും കൊടുക്കണം എന്ന് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നു. ED കൂടി ഈ കേസിൽ എത്തുന്നു. രണ്ടാമതൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിരീക്ഷണത്താൽ, അതായത് വിദേശങ്ങളിലാണ് സ്വർണ്ണപ്പാളി വിറ്റിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നതിനാൽ NIA കൂടി ഈ കേസിലേക്ക് ഉൾച്ചേരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. NIA-യും CBI-യും കൂടി ഇതിൽ വരും എന്നാകുമ്പോൾ SIT ഏതെങ്കിലും തരത്തിൽ അലംഭാവം ഈ കേസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൃത്യമായ അന്വേഷണം നടക്കും എന്നതിന് സംശയമൊന്നും വേണ്ട. എന്നാൽ കേരള സംസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതായി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ മുൻപിലെത്തിയ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എൻ വാസുവും മുരാരി ബാബുവും അടക്കമുള്ള പ്രതികൾ ജാമ്യത്തിന് വേണ്ടി എത്തിയപ്പോഴാണ്, ആ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുമ്പോഴാണ് കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയത്. ഒരു കാരണവശാൽ അത്യപൂർവങ്ങളായ ഈ കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകാനാവില്ല എന്ന് തന്നെ കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. പ്രതികൾ പ്രായക്കൂടുതലുണ്ട്, അവർക്ക് അവശതയേറുന്ന അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കണമെന്നുള്ള വാദം കോടതി നിഷ്കരണം തള്ളുകയാണ് ചെയ്തത്. കാരണം പ്രഷറോ ഷുഗറോ പോലെയുള്ള രോഗങ്ങൾക്ക് ഇപ്പോൾ ജയിലിൽ നല്ല ചികിത്സയുണ്ട്. അത്തരം ചികിത്സ മതി. മാത്രമല്ല, ഇത്തരം പ്രതികൾ ഉന്നത സ്വാധീനം ഉള്ള ആളുകളായതിന്റെ പേരിൽ കേസിനെ സ്വാധീനിക്കാൻ, കേസിന്റെ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് കോടതി തീർത്ത് പറയുകയുണ്ടായി. ഇരുവാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദയാദാക്ഷിണ്യം ഇതിൽ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് കോടതിയുടെ വാക്ക് കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെന്തു തന്നെയായാലും പ്രമാദമായ ഈ കേസ് കൃത്യമായ രീതിയിൽ അന്വേഷിക്കപ്പെടുന്നില്ല എന്ന് അവസാന ഭാഗത്ത് കോടതി നിരീക്ഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ പക്ഷാപാതപരമായി അന്വേഷണം നടക്കുകയാണെങ്കിൽ, വൻ സ്രാവുകളെ ഒഴിവാക്കുകയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് കോടതിയുടെ ഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇനി കേസുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.